കെ മുരളീധരന്റെ പരാജയത്തെ തുടർന്ന് ഫ്ലെക്സ് ബോർഡുകൾ ഉയരുന്ന സാഹചര്യം സംസ്ഥാനത്തെ പലയിടങ്ങളിലും ഉയർന്നു വന്നിരുന്നു. വിളിച്ചുവരുത്തി ആക്ഷേപിച്ച പോലെയാണ് തൃശൂരിലെ കോൺഗ്രസിന്റെ തോൽവി. വടകരയിൽ ഷാഫി പറമ്പിലിനെ നിർത്തിക്കൊണ്ടാണ് വിജയപ്രതീക്ഷയുമായി തൃശൂരിലേക്ക് കെ മുരളീധരൻ വന്നത്. എന്നാൽ വിളിച്ചുവരുത്തിയ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് മുരളീധരനെ പരാജയപ്പെടുത്തിയത്. കൂടെ നിന്നുകൊണ്ട് പുറകിൽ നിന്ന് കുത്തുക എന്ന് കേട്ടിട്ടില്ലേ? അതാണ് തൃശൂരിൽ ഉണ്ടായത്. അമിതമായ ആത്മവിശ്വാസം കൊണ്ട് ഒരു കൊട്ടാരം പോലെ കെട്ടിപ്പടുത്ത സ്വപ്നങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് തകർന്നാൽ സഹിക്കാനാവില്ല. അതും കൂടെ നിന്ന് പ്രവർത്തിച്ചവർ തകർത്താലോ ബാക്കി പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് പൊതുപ്രവർത്തനത്തിൽ നിന്നും മുരളീധരൻ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞതും. വടകരയിൽ നിന്നും കൊണ്ടുവന്ന് ചതിച്ചതും കൂടാതെ ഇപ്പോൾ മാപ്പ് പറഞ്ഞു വന്നിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ കോൺഗ്രസ് 3ാം സ്ഥാനത്ത് പോയതിൽ നേതൃത്വം പുനഃപരിശോധന നടത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് ശക്തമാക്കുന്നത്. കോൺഗ്രസിന്റെ വോട്ടോടെയാണ് തൃശൂർ BJP വിജയിച്ചത്. ഈ വോട്ടുകൾ കൂട്ടത്തോടെ BJPയിൽ പോയത് ഗൗരവമായി കാണണമെന്ന അഭിപ്രായമാണ് 20-ന് ചേരുന്ന UDF ഏകോപന സമിതിയിൽ ഉന്നയിക്കാൻ ഒരു വിഭാഗം ഒരുക്കി വെച്ചിരിക്കുന്നത്. വടകരയിൽ നിന്ന് തൃശൂരിൽ കൊണ്ടുവന്ന് കരുതി കൂട്ടി തോൽപ്പിച്ചെന്ന വികാരത്തിലാണ് മുരളീധരനോട് മാപ്പപേക്ഷിച്ചുള്ള പോസ്റ്ററാണ് പുതിയതായി വന്നിരിക്കുന്നത്. DCC ഓഫീസിലേക്കുള്ള വഴിയിലാണ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ ചതിയുടെ പത്മവ്യൂഹത്തിൽപ്പെട്ട് പോരാട്ട ഭൂമിയിൽ പിടഞ്ഞു വീണ മുരളിയേട്ട മാപ്പ് നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ല എന്നാണ് പോസ്റ്ററിൽ കൊടുത്തിട്ടുള്ള വാചകങ്ങളൊക്കെ കൊള്ളാം, അസലായിട്ടുണ്ട്. കൂടെ നിന്ന് ചതിച്ചിട്ടും വോട്ട് മറിച്ചതും കൂടാതെ ഇപ്പോൾ ഇങ്ങനെയൊരു സ്നേഹപ്രകടനത്തിന്റെ ആവശ്യം എന്താണ്? നിരത്തുകളിൽ ഫ്ലെക്സുകൾ കൊണ്ട് നിരത്തിവെച്ചാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം അവസാനമായി എന്നാണോ കരുതിയിട്ടുള്ളത്? എന്തായാലും തോൽവി വലിയൊരു നാണക്കേടുണ്ടാക്കിയതിനുപരിയായി പാർട്ടി പ്രവർത്തകരുടെ ഇത്തരം പ്രവർത്തികളാണ് നാണക്കേടുണ്ടാക്കുന്നത്. കൂടാതെ DCC ഓഫീസിലെ തല്ലും മറ്റൊരു തരത്തിൽ തലവേദനയായി മാറിയിട്ടുണ്ട്.